കെ സുധാകരൻ മത്സരിച്ചാൽ താനും എതിർത്ത് മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരൻ. കണ്ണൂർ സീറ്റിൽ സ്വതന്ത്രരായി മത്സരിക്കും. കെ സുധാകരന്റേത് ആഭ്യന്തരമന്ത്രിയാകാനുള്ള ലക്ഷ്യമെന്നാണ് വിമർശനം. സുധാകരന്റെ നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാലും പ്രശ്നമില്ലെന്നും മമ്പറം ദിവാകരൻ പറഞ്ഞു. കണ്ണൂർ സീറ്റിൽ കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ സ്വതന്ത്രമായി മത്സരിക്കും പ്രഖ്യാപിച്ചു. അതേ ഉള്ളൂ. കേരളത്തിലെ ഒരു MLA സ്ഥാനം, ചെറിയ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ്? അത് UDF-ന് അനുകൂലമായി ഭരണം കിട്ടുകയാണെങ്കിൽ അതിൽ ഒരു ആഭ്യന്തരമന്ത്രിയാകാം എന്ന ലക്ഷ്യം. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും 110% മത്സരിക്കുമെന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത് ഞാൻ സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാലും ഞാൻ അവിടെ മത്സരിക്കും. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, അങ്ങനെ മമ്പറം ദിവാകരൻ വിമതനാവാൻ ഒരുങ്ങുകയാണ്. കെ സുധാകരനെതിരെ സുധാകരൻ ഉണ്ടെങ്കിൽ മറുപുറത്ത് താൻ ഉണ്ടാകുമെന്ന് പറയുകയാണല്ലേ? റോഷ്നി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്തും ഇതേ സാഹചര്യം, ഇതേ കാഴ്ച നമ്മൾ കണ്ടതാണ്. കെ സുധാകരനെതിരെ താൻ മത്സരിക്കുമെന്നുള്ളതായിരുന്നു അന്ന് മമ്പറം ദിവാകരന്റെ പ്രഖ്യാപനം. പിന്നാലെ കോൺഗ്രസ് ഇടപെടുന്നു. ആ ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായിരുന്ന മമ്പറം ദിവാകരനെ അനുനയ നീക്കത്തിന്റെ ഭാഗമായാണ് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നത്. പിന്നാലെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേങ്ങാട് പഞ്ചായത്തിൽ നിന്ന് മമ്പറം ദിവാകരൻ മത്സരിക്കുകയും അദ്ദേഹം ഒരു പഞ്ചായത്ത് അംഗമായി മാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വീണ്ടും താൻ ഈ കണ്ണൂർ സീറ്റിൽ മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനം കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായതോടുകൂടിയാണ് താനും ഒരു സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാകും എന്നുള്ള പ്രഖ്യാപനം അത് മമ്പറം ദിവാകരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിൽ ചില ലക്ഷ്യങ്ങളുണ്ട് കെ സുധാകരന്. അദ്ദേഹം കേവലം ഒരു MLA സ്ഥാനം മോഹിച്ചല്ല ഈ മത്സരത്തിന് ഇറങ്ങുന്നത്. മറിച്ച് ചില ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയാകാനുള്ള ലക്ഷ്യമാണ്, അത്തരത്തിലുള്ള നീക്കമാണ് കെ സുധാകരന്റേത് എന്നുള്ള രൂക്ഷമായ വിമർശനം കൂടി മമ്പറം ദിവാകരന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം മമ്പറം ദിവാകരനും കെ സുധാകരനും തമ്മിലുള്ള ഭിന്നത, ശത്രുത. പല ഘട്ടങ്ങളിലും കെ സുധാകരനെതിരെ തുറന്നടിച്ചുകൊണ്ട് മമ്പറം ദിവാകരൻ രംഗത്തെത്താറുണ്ട്. ഇന്ദിരാഗാന്ധി ആശുപത്രി, സഹകരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ്, ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മമ്പറം ദിവാകരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത്. ഔദ്യോഗിക പാനലിനെതിരെ തെരഞ്ഞെടുപ്പിന് നിന്നു എന്നുള്ളതായിരുന്നു മമ്പറം ദിവാകരനെതിരെയുള്ള കുറ്റം. അങ്ങനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ദിവാകരൻ പിന്നീട് പല ഘട്ടങ്ങളിലും കെ സുധാകരനെതിരെ രംഗത്തെത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ നടത്തിയ പ്രസ്താവനകളിൽ ഉൾപ്പെടെ കെ സുധാകരൻ എതിർത്തുകൊണ്ട് അത്തരമൊരു വാദങ്ങളില്ല എന്നുള്ള ഒരു പ്രതികരണവുമായി മമ്പറം ദിവാകരൻ എത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് കെ സുധാകരനും മമ്പറം ദിവാകരനും തമ്മിലൊരു ശത്രുതയുണ്ട്. ഒരുപക്ഷെ അതിന്റെ ഒരു നീക്കം തന്നെ ആയിട്ടാകാം ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം അത് മമ്പറം ദിവാകരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. താൻ കെ സുധാകരൻ മത്സരിച്ചാൽ താൻ സ്ഥാനാർത്ഥിയാകും, കണ്ണൂർ സീറ്റിൽ താൻ മത്സരിക്കുമെന്നുള്ളതാണ് മമ്പറം ദിവാകരൻ വ്യക്തമാക്കുന്ന കാര്യം. താൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നുവെങ്കിൽ കൂടി അതൊന്നും താൻ കണക്ക് കൂട്ടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലേ പ്രശ്നമില്ല എന്നുള്ള കാര്യം കൂടി നിലവിലേതായാലും മമ്പറം ദിവാകരൻ വ്യക്തമാക്കുകയാണ്. റോഷ്നി, യെസ്, മമ്പറം ദിവാകരൻ ഇതാദ്യമായല്ല കെ സുധാകരനെതിരായി മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇക്കുറി കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ എതിർവശത്ത് വിമതനായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്നാണ് മമ്പറം ദിവാകരൻ പറയുന്നത്. ഇനി